എല്ലാവരും ഇങ്ങോട്ട് നോക്കി. അതിനൊപ്പം ശ്രീ ജയ്ക്ക് ഒരു കാര്യം കൂടി, നേരത്തെ ശ്രീ സന്ദീപ് സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഒരു കാര്യം പറഞ്ഞു ജുഡീഷ്യൽ കമ്മീഷനെ കുറിച്ച്. എന്ന് വെച്ചാൽ നമ്മുടെ സോളറുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഈ സർക്കാരിന്റെ ടൈം കഴിയാറായി എന്ന് മാത്രമല്ല, പ്രധാനപ്പെട്ട ചില തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് അഴിമതിക്കാരെ ജയിലിലടയ്ക്കുമെന്നൊക്കെ പ്രധാനപ്പെട്ട ചില ഉപതെരഞ്ഞെടുപ്പുകളുടെ മുന്നിൽ. പിന്നെയും കാര്യമായിട്ടൊന്നും കണ്ടിട്ടില്ല ശ്രീ ജയ്ക്ക്. അപ്പൊ ഈ പറഞ്ഞൊരു ബന്ധത്തെക്കുറിച്ചും ആര് തമ്മിലാണ് ബന്ധം എന്നും ഈ സോഫ്റ്റ് കോർണർ എന്നതും ഒക്കെ ജനങ്ങൾക്ക് തോന്നിപ്പിക്കുന്ന പല ഫാക്ടേഴ്സ് ഇവിടെ ഉണ്ട്. അതെ, ഞാൻ ആ ആരോപണത്തിന്റെ മറുപടിയിലേക്ക് വരാം. അതോടൊപ്പം ബഹുമാനിയായ ലീഗിന്റെ പ്രതിനിധി ഉന്നയിച്ച ആക്ഷേപങ്ങൾ, ബിജെപിയുടെ പ്രതിനിധി ഉന്നയിച്ച ആക്ഷേപങ്ങൾ, അതിനോടൊക്കെ ഒന്ന് സ്പർശിച്ച് പോകാനുള്ള സമയം എനിക്ക് അനുവദിച്ചാൽ മതി. എന്നിട്ട് കൺക്ലൂഡ് ചെയ്യാമെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പൊ യൂത്ത് ലീഗിന്റെ പ്രതിനിധി ഇപ്പോ അങ്ങും ഇടയ്ക്കൊന്ന് സൂചിപ്പിക്കുകയുണ്ടായി, വളരെ സരസമായി പൊതിഞ്ഞു വെച്ചുകൊണ്ട് പറഞ്ഞു അറബി മലയാളത്തിൽ ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് കൊണ്ടായിരിക്കാം ഇത്തരം കാര്യങ്ങൾ എനിക്ക് അറിയാത്തത് എന്നുള്ളത്. ഞാൻ മുമ്പ് ഇതേ ചാനൽ നമ്മൾ തന്നെ നടത്തിയ ചർച്ചയിലാണെന്നാണ് എന്റെ ഓർമ്മ. അതുകൊണ്ടാണ് ആങ്കർ ആയ ശ്രീ അയ്യപ്പദാസ് തന്നെ ഓർമ്മിപ്പിക്കാനും അദ്ദേഹം കാരണം അതാണെന്ന് ഞാൻ കരുതുന്നു. പൊന്നാനി മലബാറിലായിരുന്നു ഇനി അത് പറയണ്ടല്ലോ എന്ന് അദ്ദേഹത്തോടാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അല്ല എനിക്കത് വിശദീകരിക്കാൻ അങ്ങ് സമയം തന്നാൽ മതി. ഇടയ്ക്ക് ഇടപെടാതെ ഒരു ഒഴുക്ക് തടസ്സപ്പെടാതെ എനിക്ക് വിശദീകരിക്കാൻ അങ്ങ് സമയം നൽകിയാൽ മതി. അതായത് അറബി മലയാളം ലിപി എന്ന് ഞാൻ ആ ചർച്ചയിൽ തന്നെ പറയപ്പെടുന്ന പൊന്നാനി മലബാറി ലിപിയിലായിരുന്നു കേരളത്തിൽ വിശുദ്ധ ഖുർആൻ പ്രിന്റ് ചെയ്തിരുന്നതും അതിനുശേഷം പിന്നീട് എത്രയോ വർഷങ്ങൾക്ക് ശേഷം പൊന്നാനി മലബാറി ലിപി വായിച്ചിട്ടുള്ള കേരളത്തിലെ സാധാരണക്കാരായ ആളുകൾക്ക് വിശുദ്ധ ഹജ്ജ് നിർവഹിക്കുന്ന സമയത്ത് അറേബ്യൻ നാടുകളിൽ പോകുമ്പോൾ അവിടുത്തെ പ്യൂർ അറബിക് എന്ന് ഞാൻ ആ ചർച്ചയിൽ വിശേഷിപ്പിച്ച ഉസ്മാനിയ ലിപിയിൽ എഴുതിയ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന അനായാസമായി പാരായണം ചെയ്യാൻ ചില തടസ്സങ്ങൾ നേരിട്ടു എന്നുള്ളതും ഞാൻ പറഞ്ഞത് യൂത്ത് ലീഗിന്റെ പ്രതിനിധിക്ക് മനസ്സിലാകാത്തത് മതത്തിന്റെ പേര് പറഞ്ഞ് മേനി നടിച്ച് നടന്ന് വോട്ട് വാങ്ങിച്ചാൽ പോരാ, വിശുദ്ധ ഖുർആന്റെ ചരിത്രം അറിയണം. ഇല്ല, ആ ഫേസ്ബുക്ക് പോസ്റ്റിനെ സംബന്ധിച്ച് അങ്ങേ ഉൾപ്പെടെയുള്ള ചാനലിൽ കൊടുത്ത വാർത്തയെ സംബന്ധിച്ച് എനിക്ക് വിയോജിപ്പുണ്ട്. അതായത് ഞാൻ ഈ കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. ഞാൻ എന്റെ സ്റ്റാൻഡ് മാറ്റിയിട്ടില്ല. പൊന്നാനി മലബാറി എന്ന അറബി മലയാളം ലിപിയിൽ തന്നെയാണ് കേരളത്തിൽ വിശുദ്ധ ഖുർആൻ പ്രിന്റ് ചെയ്യുന്നത്. അതിൽ തർക്കമുണ്ടെങ്കിൽ വിവരക്കേട് കൈമുതലാക്കി വെച്ചിട്ടുള്ള ശ്രീ യൂത്ത് ലീഗ് ആളുകളോട് ഞാൻ അതിനൊരു സംവാദത്തിന് വെല്ലുവിളിക്കാം. റമീസിനെ കുറിച്ച് കെ.ടി. റമീസിനെ കുറിച്ച് അദ്ദേഹം പറയുന്നു. ഞാൻ ചോദിക്കട്ടെ ശ്രീ അയ്യപ്പദാസ്, കെ.ടി. റമീസിന്റെ എത്രയോ ചിത്രങ്ങൾ ഫേസ്ബുക്ക് പ്രൊഫൈലുകൾ നമ്മൾ കണ്ടതാണ്. അതായത് അവിശ്വാസത്തിൽ ഞാനും പങ്കെടുക്കുന്നു, UDFന്റെ ഞാൻ പിന്തുണയ്ക്കുന്നു, ഞാൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനാണ്. ഇതൊക്കെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു കെ.ടി. റമീസ് എന്ന് പറയുന്ന ഈ കള്ളക്കടത്ത് കേസിലെ ബുദ്ധി കേന്ദ്രത്തെ ഇപ്പൊ ലീഗ് തള്ളിപ്പറയുന്നു. ഇപ്പോഴെങ്കിലും നിങ്ങൾ തള്ളിപ്പറഞ്ഞല്ലോ. പക്ഷെ നിങ്ങൾ തള്ളിപ്പറഞ്ഞ നിങ്ങളുടെ വിഴുപ്പ് പാണ്ഡം എടുത്ത് ഇടതുപക്ഷത്തിന്റെ ചുമലിലേക്ക് വെക്കണ്ട. അത് പാണക്കാട്ടെ തറവാട്ടിൽ കൊണ്ട് വെച്ചാൽ എന്നെ കഷ്ടല്ലേ. കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? കൊണ്ടുപോകേണ്ടതെന്നൊക്കെ ജയിക്കിനെ ഞങ്ങൾ പഠിപ്പിച്ചു തരാം. സമാധാനത്തിൽ സംസാരിക്കണം, മര്യാദ വേണം. മുതലും പലിശ ചേർത്ത്